യേശുവിൻ്റെ പാപപരിഹാര യാഗത്തിൽ ശാരീരിക രോഗസൗഖ്യവും ഉൾപ്പെടുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പല ക്രിസ്തുവിശ്വാസികളും രോഗികളായി മരിച്ചു? ഇന്നും പലരും രോഗികളായി കഴിയുന്നു. ചിന്തിക്കാം. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ക്രിസ്തു തൻ്റെ സന്ദേശത്തെ സാധൂകരിക്കുവാനും ഉറപ്പിക്കുവാനും പ്രവർത്തിച്ച അത്ഭുതങ്ങൾക്ക് അവിടുത്തെ ശുശ്രൂഷയിൽ സുപ്രധാന സ്ഥാനമുണ്ടായിരുന്നു. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്നും തന്നിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്നവരെ അവിടുന്ന് ഒരു നാളും കൈവിടുകയില്ലെന്നും ക്രിസ്തു തൻ്റെ അത്ഭുത പ്രവർത്തികളിലൂടെ വ്യക്തമായി വെളിപ്പെടുത്തി. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായമാകുന്നു. 7-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം അവസാനിക്കുന്നു. ഗിരിപ്രഭാഷണത്തിൽ ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളതിനേക്കാൾ ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ മറ്റെങ്ങും കാണില്ല എന്നത്രേ അവൻ്റെ ശത്രുക്കളും മിത്രങ്ങളും ഒരുപോലെ സമ്മതിക്കുന്നത്. ഈ വലിയ മൂല്യങ്ങൾ എങ്ങനെ പ്രാവർത്തികമാക്കുവാൻ കഴിയുമെന്നതാണ് പലരുടെയും സംശയം. ഈ സംശയങ്ങളുടെ മറുപടി എന്നവണ്ണം വിശുദ്ധ മത്തായി ക്രിസ്തു ചെയ്ത വീര്യപ്രവർത്തികളുടെ ഒരു നിര തന്നെ ഇനിയും അവതരിപ്പിക്കുന്നു. ഇത്ര ഉന്നതമായ ഉപദേശങ്ങൾ നൽകിയ ഈ വ്യക്തിക്ക് അതിലെ അവകാശവാദങ്ങൾ പ്രാവർത്തികമാക്കുവാനുള്ള ശക്തിയുണ്ടെന്നാണ് തുടർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന വീര്യപ്രവൃത്തികൾ തെളിയിക്കുന്നത്. തന്നിൽ വിശ്വസിച്ചവരോട് ക്രിസ്തു പറഞ്ഞതും അതുതന്നെയാണ്. യേശു പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന്. ഈ സത്യം എപ്പോഴും നാം ഓർത്തിരിക്കുന്നെങ്കിൽ നന്നായിരുന്നേനെ. നമുക്ക് ചെയ്യുവാൻ സാധിക്കാത്തതിനെ നമ്മെക്കൊണ്ട് ചെയ്യിക്കുവാൻ തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ക്രിസ്തു ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് വലിയൊരു സത്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ക്രിസ്തുവിൻ്റെ ഒരു ആത്മകഥ നൽകുവാനോ താൻ ചെയ്ത കാര്യങ്ങൾ അനുക്രമമായി രേഖപ്പെടുത്തുവാനോ വിശുദ്ധ മത്തായി ശ്രമിച്ചിട്ടില്ല. പിന്നെയോ ഒരു മുന്നേറ്റത്തെ അവൻ കാണിച്ചു തരുന്നു, ഒരു മൂവ്മെൻറ്റിനെ. ഗിരിമുകളിലിരുന്ന് അവൻ തൻ്റെ രാജ്യത്തിൻ്റെ പ്രമാണങ്ങൾ നൽകിയിട്ട് താഴേക്കിറങ്ങി വന്ന് 12 അത്ഭുതങ്ങൾ ഉടനെ പ്രവർത്തിക്കുന്നു. അവിടുന്ന് ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുമ്പോൾ താൻ ഉപദേശിച്ച ആ പ്രമാണങ്ങൾ നടപ്പാക്കുവാൻ തനിക്ക് ശക്തിയുണ്ടെന്നാണ് മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിലെ ഈ പറയുന്ന അത്ഭുതങ്ങൾ ഉറപ്പാക്കുന്നത്. 8-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഒരു ചെറിയ കൂട്ടം അവൻ്റെ പിമ്പെ ഉണ്ടായിരുന്നുവെന്നല്ല. അവൻ കഫർന്നഹൂമിലായിരുന്നു. അവിടെ ആയിരുന്നല്ലോ അവൻ്റെ ആസ്ഥാനം. നാം പഠിക്കുവാൻ പോകുന്ന അത്ഭുതങ്ങൾ അവിടെ നടന്നവയാണെന്ന് എനിക്കുറപ്പുണ്ട്. ഇതൊരു പ്രശ്നത്തിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. അതായത് ഗിരിപ്രഭാഷണം നൽകിയപ്പോൾ അവൻ എവിടെയായിരുന്നു? ഇത് സംബന്ധിച്ചുള്ള അനേകം വാദപ്രതിവാദങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തിനോട് ഞാൻ പറയട്ടെ, അവൻ എവിടെ നിന്ന് പ്രസംഗിച്ചുവെന്നല്ല നാം അറിയേണ്ട പ്രധാനപ്പെട്ട സംഗതി. അവൻ മലമേൽ നിന്നും ഇറങ്ങി വന്നാറെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ധാർമ്മിക മൂല്യങ്ങളെ പ്രഖ്യാപിക്കുവാൻ കഴിവുള്ള രാജാവ് ജനങ്ങളുടെ ഇടയിൽ ശക്തിയോടെ പ്രവർത്തിക്കുവാനും കഴിവുള്ളവനാണോ? അതൊരു അതിപ്രധാന ചോദ്യമാണ്. 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ യേശു ഉയരത്തിൽ നിന്നും താണിറങ്ങി വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. പാപത്തിൻ്റെ
പ്രതിരൂപമായിട്ടാണ് കുഷ്ഠരോഗത്തെ ബൈബിളിൽ ചിത്രീകരിക്കുന്നത്. ആ കാലങ്ങളിൽ കുഷ്ഠരോഗത്തെ ഭേദമാക്കുവാൻ കഴിയാത്തതും പകരുന്നതും ഏറ്റവും നിന്ദ്യവുമായ രോഗമായി കരുതിയിരുന്നു. ഈ കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ, നീ എന്നെ ശുദ്ധമാക്കുമോ, അല്ലെങ്കിൽ നിനക്കെന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമോ എന്നല്ല ചോദിച്ചത്. ഈ രോഗിക്ക് വിശ്വാസമുണ്ടായിരുന്നു. അവൻ ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, പലപ്പോഴും നാം ചോദിക്കുന്നത് ദൈവഹിതമല്ല എന്ന കാര്യം ഓർക്കണം. നാം ചോദിക്കുന്നത് ദൈവേഷ്ടപ്രകാരമുള്ളതാകുന്നുവെങ്കിൽ അത് ചെയ്യുവാൻ കർത്താവിന് കഴിയും. ദൈവഹിതം ആദ്യം വരണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. നിങ്ങൾക്കൊരു പക്ഷേ അത് എളുപ്പമായിരിക്കും, പക്ഷേ ദൈവഹിതം ആദ്യം കൊണ്ടുവരിക എന്നത് എനിക്ക് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഞാൻ ഇപ്രകാരമാകുന്നു പറഞ്ഞു പോകുന്നത്, ദൈവമേ, ഞാനിത് ചെയ്ത് കിട്ടുവാൻ ആഗ്രഹിക്കുന്നതിനാൽ അങ്ങെനിക്ക് ചെയ്തു തരണമേ എന്ന്. പക്ഷേ കുഷ്ഠരോഗിയായ മനുഷ്യൻ പറയുന്നത്, നിനക്ക് കഴിയുമെന്ന് എനിക്കറിയാം, പക്ഷേ നീ ചെയ്യുമോ? അതാണ് ദൈവമേ, അങ്ങയുടെ ഹിതമാണോ ഇത് എന്ന് ചോദിക്കുന്നത്. നാമും എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ദൈവഹിതത്തിന് വേണ്ടിയിട്ടാണ്. 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവൻ കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. യേശു കൈ നീട്ടി അവനെ തൊട്ടു. ഞാനായിരുന്നുവെങ്കിൽ ഒരു കുഷ്ഠരോഗിയെ തൊടില്ലായിരുന്നു. അല്ല, തൊട്ടാൽ തന്നെ എന്ത് സംഭവിച്ചേനെ? നിങ്ങൾ പറഞ്ഞ ശരിയാണ്, എനിക്കും കുഷ്ഠരോഗം പിടിച്ചേനെ. അല്ലാതെ ആ രോഗിയെ സൗഖ്യമാക്കുമായിരുന്നില്ല എൻ്റെ ശക്തി കൊണ്ട്. ഇവിടെ സംഭവിച്ചത് എന്തെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേ. ഒന്നാമതായി യേശു അവനെ തൊട്ടു. പലപ്പോഴും ഇതുപോലുള്ള രോഗികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ഒരു വശം മാത്രമേ കാണാറുള്ളൂ. ഈ മനുഷ്യൻ്റെ ശാരീരിക രോഗത്തെക്കാൾ വലുതായി മാനസികമായ പ്രശ്നം ഉണ്ടായിരുന്നിരിക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് തികച്ചും ഭയാനകവുമായിരുന്നിരിക്കണം. ഈ മനുഷ്യൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനങ്ങ് ഊഹിക്കുന്നത്, ഒരു ദിവസം ആ മനുഷ്യൻ്റെ കയ്യിൽ ഒരു മുറിവ് കാണുവാനിടയായി. അവൻ വയലിൽ കാളയെ പൂട്ടി ഉഴുവിക്കുകയായിരുന്നു. ഈ പാട് കണ്ടപ്പോൾ എൻ്റെ വീട്ടിൽ ചെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് ചിന്തിച്ചിരിക്കും. വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യയോട് കാര്യം പറഞ്ഞു. അവൾ ആ മുറിവിന്മേൽ അല്പം മരുന്ന് വെച്ച് കെട്ടി, എന്തെങ്കിലും ഓയിൻമെൻറ്റ് അവിടെ പുരട്ടിക്കാണും. അടുത്ത പ്രഭാതത്തിൽ നോക്കിയപ്പോഴും അതിനൊരു കുറവും കണ്ടില്ല. തലേ ദിവസത്തേതുപോലെ തന്നെ ചുവന്നിരുന്നു. അവൻ തൻ്റെ പണി മുടക്കുവാൻ ആഗ്രഹിച്ചില്ല. എന്നത്തേതും പോലെ നിലമുഴുവാൻ അവൻ വീണ്ടും പോയി. ഏതാണ്ട് ഒരാഴ്ചയോളം ഈ പ്രക്രിയ തുടർന്നു. എന്നും വൈകിട്ട് വരുമ്പോൾ അല്പം മരുന്ന് എന്തെങ്കിലും വയ്ക്കും, രാവിലെ പണിക്ക് പോകും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാര്യ ഈ വിഷയത്തിൽ ആകെ അസ്വസ്ഥയായി. ഏതായാലും പുരോഹിതനെ ഒന്ന് കാണിക്കുവാൻ അവൾ നിർദ്ദേശിച്ചു. അങ്ങനെ അവൻ പുരോഹിതൻ്റെ അടുത്തിരുന്നു. പുരോഹിതൻ അവനെ 14 ദിവസത്തേക്ക് അടച്ചിട്ടു. ആ 14 ദിവസം കഴിഞ്ഞ് അവർ നോക്കിയപ്പോൾ ആ തിണർപ്പ് ആകെ പടർന്നിരിക്കുന്നു. പുരോഹിതൻ ആ മനുഷ്യനോട് പറഞ്ഞു, നിനക്ക് കുഷ്ഠരോഗമാകുന്നു. ഈ വാർത്ത എത്ര ഭയങ്കര ഞെട്ടലായിരിക്കും ആ മനുഷ്യനിൽ ഉണ്ടാക്കിയത്. വിതുമ്പുന്ന അതരത്തോടെ ആ മനുഷ്യൻ പുരോഹിതനോട് ചോദിച്ചു, ഞാൻ വീട്ടിൽ വരെ ചെന്ന് എൻ്റെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും ഈ കാര്യം പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് അവരോട് എന്നേക്കുമായി യാത്ര ചോദിച്ച് മടങ്ങി വരട്ടെ. അതിന് മറുപടിയായി പുരോഹിതൻ പറഞ്ഞത്, അത് സാധ്യമല്ല. അവരോട് യാത്ര ചോദിക്കുവാൻ നിനക്ക് നിൻ്റെ വീട്ടിൽ പോകുവാൻ അനുവാദമില്ല. നീ നിൻ്റെ ജീവന് തുല്യം സ്നേഹിച്ച ഭാര്യയുടെ അടുത്ത് പോകുവാൻ ഇനി നിനക്ക് അനുവാദമില്ല. അവിടെയുള്ളത് നിൻ്റെ കുഞ്ഞുങ്ങളാണ്. വളരെ സത്യം, അവരെ തൊടുവാനോ വാരി പുണരുവാനോ നിനക്കിനിയും സാധ്യമല്ല. ആരെങ്കിലും നിൻ്റെ അടുത്തേക്ക് വരുന്നത് നീ കണ്ടാൽ അശുദ്ധൻ അശുദ്ധൻ എന്ന് നീ നിലവിളിക്കണം. ആ മനുഷ്യൻ്റെ ഹൃദയം തകരുവാൻ ഇതിൽ പരം എന്താണ് വേണ്ടത്? തൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് ആ മനുഷ്യൻ അകലെ നിന്ന് കണ്ടു. അവനുള്ള ആഹാരം അവർ ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. അവരത് വെച്ചിട്ട് പോയി കഴിയുമ്പോൾ അവൻ അതെടുത്ത് ഭക്ഷിക്കും. അവൻ അവരെ തൊടുവാൻ സാധിച്ചിരുന്നില്ല. അവൻ്റെ സ്വന്തം ഓമനക്കുഞ്ഞുങ്ങളെ തൊടുവാൻ അവകാശമില്ലാത്ത അശുദ്ധൻ. വാസ്തവത്തിൽ ആരെയും തൊടുവാൻ, ആർക്കും അവനെ തൊടുവാൻ അവകാശമില്ലായിരുന്നു. ഒരു നിമിഷം ചിന്തിക്കൂ സുഹൃത്തെ, ഇപ്രകാരത്തിലൊരു സ്ഥിതിയേക്കാൾ
മോശപ്പെട്ട വേറെ എന്താകുന്നുള്ളത്? എന്നാൽ ഇതാ ഒരു ദിവസം അവൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. എന്താണ് യേശു ചെയ്തത്? അവിടുന്ന് അവനെ തൊട്ടു. വർഷങ്ങൾക്ക് ശേഷം ഏതെങ്കിലും ഒരു മനുഷ്യ സ്പർശനം അവന് ലഭിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതിലേക്കും ഏറ്റവും അത്യാശ്ചര്യജനകമായ ഒന്നായിരുന്നു യേശുവിൻ്റെ സ്പർശനം. ആ സ്പർശനം അവൻ്റെ കുഷ്ഠരോഗം ശുദ്ധമാക്കിയെന്ന് മാത്രമല്ല, മനുഷ്യവർഗത്തിൻ്റെ കുടുംബത്തിലേക്ക് അവനെ മടക്കിക്കൊണ്ടുവരികയും ചെയ്തു. അതെ, അവൻ ദൈവഭവനത്തിലെ അംഗമായി തീർന്നു. ഉടനെ കുഷ്ഠം മാറി, അവൻ ശുദ്ധനായി. അവൻ ശുദ്ധനായി കഴിഞ്ഞ ഉടനെ യേശു അവനോട് കൽപ്പിച്ചത് 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്ക എന്ന് പറഞ്ഞു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ അവിടെ കാണുന്നത് ആ മനുഷ്യൻ സന്തോഷാധിക്യത്താൽ കണ്ടവരോടെല്ലാം യേശു ചെയ്തത് പറഞ്ഞു എന്നത്രേ. നമുക്കവനെ കുറ്റം പറയുവാൻ സാധിക്കില്ല സുഹൃത്തെ, എങ്ങനെ അടക്കി വയ്ക്കും? പക്ഷേ ജനം യേശുവിനെ അവിടെ നിന്നും തള്ളിക്കളയാൻ അത് കാരണമായി. അവൻ പട്ടണത്തിന് വെളിയിൽ പാർത്തു. യേശു പട്ടണത്തിന് വെളിയിൽ പാർത്തു. ഇനിയും യേശു കഫർന്നഹൂമിൽ പ്രവേശിക്കുന്നതാണ് നാം കാണുന്നത്. 8-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ. അവൻ കഫർന്നഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്നപേക്ഷിച്ചു പറഞ്ഞു. യേശു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയത് ഈ ശതാധിപൻ അറിഞ്ഞിരിക്കും എന്നെനിക്കുറപ്പുണ്ട്. യേശു പട്ടണത്തിൽ പ്രവേശിക്കുന്നു എന്ന് ശതാധിപൻ അറിവ് കിട്ടി. ഈ ശതാധിപൻ ഒരു യവനനായിരുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയപ്പോൾ പറഞ്ഞത് അവൻ യഹൂദജാതിയെ സ്നേഹിക്കുന്നവനായിരുന്നുവെന്നും കഫർന്നഹൂമിൽ അവർക്കൊരു പള്ളി പണിയിച്ചു കൊടുത്തു എന്നുമത്രേ. ഇനിയും ശതാധിപൻ്റെ അപേക്ഷ ഒന്ന് കേൾക്കൂ. 6-ാം വാക്യത്തിൽ ശതാധിപൻ്റെ ബാല്യക്കാരൻ ദീനം വളരെ കൂടി വീട്ടിൽ കിടക്കുകയായിരുന്നു. 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവൻ അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഈ ശതാധിപൻ ഉയർന്ന അധികാര പദവിയുള്ള മനുഷ്യനായിരുന്നു. അവൻ അധികാരത്തെ അംഗീകരിക്കുന്നവനും ആയിരുന്നു. അവൻ റോമൻ യൂണിഫോം ധരിച്ചുകൊണ്ട് ഒരു പടയാളിയോട് ഇത് ചെയ്യുകയെന്നോ അവിടെ പോക എന്നോ പറയുമ്പോൾ ആ പടയാളി അപ്രകാരം അത് അനുസരിച്ചിരുന്നു. എന്തുകൊണ്ട് അവൻ അനുസരിച്ചു? ഈ മനുഷ്യൻ അധികാരമുള്ളവനായിരുന്നു. അവനത് യേശുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അങ്ങേക്കും അപ്രകാരത്തിലുള്ള അധികാരമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശാരീരിക രോഗങ്ങളുടെ മേൽ യേശുവിന് അപ്രകാരത്തിലുള്ള അധികാരമുണ്ടെന്ന് ശതാധിപൻ അംഗീകരിച്ചു. 10-ാം വാക്യത്തിൽ നാം കാണുന്നത്, അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. തൻ്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കേണ്ടതിന് യേശുവിനൊരു വാക്ക് കൽപ്പിക്കേണ്ട ആവശ്യമേ ഉള്ളുവെന്ന് വിശ്വാസമുള്ള ഒരു യവനനായിരുന്നു ഈ ശതാധിപൻ. അവൻ്റെ വിശ്വാസത്തിൽ യേശു അതിശയിച്ചു പോയി. യേശു അതിശയിച്ചു പോയ 2 അവസരങ്ങളെക്കുറിച്ചേ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഒന്ന്, വിശുദ്ധ മർക്കോസ് 6:6 പറഞ്ഞിരിക്കുന്നു, അവിടെ അവൻ ഇസ്രായേല്യരുടെ അവിശ്വാസം ഹേതുവായി അതിശയിച്ചു പോയി എന്ന്. ഇവിടെ യഹൂദേതരനായ ഒരു ശതാധിപൻ്റെ വിശ്വാസത്താൽ ക്രിസ്തു അതിശയിച്ചു പോയി. 8-ാം അധ്യായത്തിൻ്റെ 11ഉം 12ഉം വാക്യങ്ങളിൽ, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വരും എന്ന് താല്പര്യജനകമായി തോന്നുന്നില്ലേ?
യേശു പറഞ്ഞ ഈ ദൂത് എല്ലാവർക്കും ലഭ്യമാകുവാൻ പോകുകയാണ്. ജാതി, മത, വർണ്ണ, വർഗ വ്യത്യാസമന്യേ സകലർക്കും ഇത് ലഭ്യമാകുവാൻ പോകുകയാണ്. അവരും അവനിൽ വിശ്വസിക്കുവാൻ പോകുന്നു. അവർ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. എത്ര ശ്രേഷ്ഠമായ പ്രസ്താവനയാണല്ലേ! ഓരോ വ്യക്തിയും യേശുക്രിസ്തുവിൽ വ്യക്തിപരമായ വിശ്വാസം അർപ്പിക്കേണ്ടത് ആവശ്യമാണ്. തൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഏതൊരു വ്യക്തിക്കും സഭാംഗത്വമോ കുടുംബശ്രേഷ്ഠതയോ തൻ്റെ മാതാപിതാക്കൾ ആരായിരുന്നുവെന്നതോ അവകാശപ്പെടുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിങ്ങൾ വ്യക്തിപരമായി ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിനെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല. 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, പിന്നെ യേശു ശതാധിപനോട്, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. രോഗിയായിരുന്ന ബാല്യക്കാരൻ യേശുവിൻ്റെ അടുക്കൽ ഇല്ലാതിരുന്നിട്ട് പോലും യേശുവിലുള്ള ശതാധിപൻ്റെ വിശ്വാസം ബാല്യക്കാരുടെ സൗഖ്യത്തിന് കാരണമായി തീർന്നു. കുഷ്ഠരോഗിയെ യേശു തൊട്ട് സൗഖ്യമാക്കി. ശതാധിപൻ്റെ ബാല്യക്കാരനെ ദൂരെ നിന്നുകൊണ്ട് യേശു സൗഖ്യമാക്കി. 14-ഉം 15-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, യേശു പത്രോസിൻ്റെ വീട്ടിൽ വന്നാറെ അവൻ്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കൈ തൊട്ട് പനി അവളെ വിട്ട് അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു. പത്രോസിൻ്റെ അമ്മാവിയമ്മ പനിയായി കിടപ്പിലായിരുന്നു. അവൻ അവളെ തൊട്ട് സൗഖ്യമാക്കി. ഇതുവരെ നാം കണ്ട 3 വിധത്തിലുള്ള രോഗങ്ങൾ ശ്രദ്ധിക്കുക. 1, അക്കാലത്ത് ഭേദമാകില്ല എന്ന് ചിന്തിച്ചിരുന്ന കുഷ്ഠരോഗം. 2, പക്ഷവാതം. 3, താൽക്കാലികമായൊരു പനി. പക്ഷേ 3 പേരെയും കർത്താവ് സൗഖ്യമാക്കി. 4-മത്തെ അത്ഭുതം വൈകുന്നേരത്താണ് സംഭവിക്കുന്നത്. 16-ാം വാക്യത്തിൽ, വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാപ്രവാചകൻ പറഞ്ഞത് നിവർത്തിയാകുവാൻ തന്നെ. ഈ വാക്യത്തിൽ ശ്രദ്ധിക്കേണ്ട അതിപ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ, രോഗബാധിതരായ അനേകം ആളുകളെ സൗഖ്യത്തിനായി യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എന്നതാണ്. പ്രത്യേകമായി ഒരാളിനെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം സൂക്ഷ്മതയോടെ പഠിക്കുകയാണെങ്കിൽ അന്ന് അക്ഷരാർത്ഥത്തിൽ ആയിരക്കണക്കിന് ആളുകൾ സൗഖ്യം പ്രാപിച്ച് കടന്നുപോയി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഉദാഹരണത്തിന്, ആയിരക്കണക്കിന് അന്ധന്മാർക്ക് ഇപ്പോൾ കാഴ്ച ലഭിച്ചു. ആയിരക്കണക്കിന് ചെകിടന്മാർക്ക് അന്ന് കേൾവി തിരികെ കിട്ടി. ആയിരക്കണക്കിന് മുടന്തന്മാർ അവിടെ ഓടിച്ചാടി നടന്നു. അനേകം വ്യാധികളാൽ വലഞ്ഞവരെ അവൻ സൗഖ്യമാക്കി. അവൻ എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ചോ ഇല്ലയോ എന്ന് യേശുവിൻ്റെ ശത്രുക്കൾ അവനെ ചോദ്യം ചെയ്യാതിരുന്നതിൻ്റെ രഹസ്യം ഇതാണ്. പകരം അവർ ചോദിച്ചത് അവൻ ഇതെല്ലാം എങ്ങനെ ചെയ്തു എന്നാണ്. 17-ാം വാക്യത്തിൽ നാം വായിച്ചല്ലോ, അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാപ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണി അത്രേ ഈ പറയുന്ന വാക്യം. അത്ഭുത രോഗശാന്തി വരമുണ്ടെന്ന് പ്രഖ്യാപിക്കുന്നവർ മറ്റേതൊരു വാക്യത്തെക്കാളും ഏറെ ഉപയോഗിക്കുന്നൊരു വാക്യമത്രേ ഇതത്. ശാരീരിക രോഗസൗഖ്യവും യേശുവിൻ്റെ പാപപരിഹാര യാഗത്തിലുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവരുടെ ഭാഗത്തെ പിന്താങ്ങുവാൻ അവർ ഉപയോഗിക്കുന്ന വാക്യം യെശയ്യാപ്രവചനം 53-ന്റെ 4-ഉം 5-ഉമാണ്. യെശയ്യാപ്രവചനത്തിലേക്ക് തന്നെ നമുക്ക് പോയി ആ ഭാഗമൊന്ന് പരിശോധിക്കാം. ഈ ആധുനിക രോഗശാന്തി പ്രസ്ഥാനങ്ങൾക്ക് ഈ വാക്യം അനുമതി നൽകുന്നില്ല എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. നാം അവിടെ വായിക്കുന്നത്, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. എന്തിൽ നിന്നുമാകുന്നു നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നത്? യെശയ്യാപ്രവചനത്തിലെ ഈ ഭാഗത്ത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, നമുക്ക് നമ്മുടെ അതിക്രമങ്ങളിൽ നിന്നും അകൃത്യങ്ങളിൽ നിന്നും സൗഖ്യം ലഭിച്ചു എന്നാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, അതെങ്ങനെയാണെന്ന് എനിക്ക് നിശ്ചയമുണ്ടോ എന്ന്. തീർച്ചയായിട്ടും ഈ വാക്യങ്ങളിൽ അത് തന്നെയാണ് വ്യക്തമാക്കുന്നതെന്ന് നമുക്കറിയാം. കാരണം
പത്രോസ് അപ്പോസ്തലൻ തൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഈ ഭാഗം തന്നെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്തിൽ നിന്നുമാകുന്നു സൗഖ്യം ലഭിച്ചിരിക്കുന്നത്? പാപത്തിൽ നിന്നും. താൻ പാപത്തെക്കുറിച്ചാകുന്നു സംസാരിക്കുന്നതെന്ന് പത്രോസ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ യെശയ്യാവ് 53:6 പ്രവാചകൻ തന്നെ പറഞ്ഞു, നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. നിങ്ങളുടെയും എൻ്റെയും അകൃത്യമാണ് യേശുവിൻ്റെ മേൽ ചുമത്തിയത് സുഹൃത്തെ, അല്ലാതെ നമുക്ക് വന്ന ജലദോഷമോ പനിയോ ഇതൊന്നുമല്ല. പാപമെന്ന ഭയങ്കരവും അടിസ്ഥാനപരവുമായ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുവാൻ യേശു മതിയായവനാകുന്നു എന്നത്രേ യെശയ്യാ പ്രവാചകൻ ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് വ്യക്തമാണ്. അല്ലാത്തതൊക്കെ യേശുവിനെ തരം താഴ്ത്തുകയാണ്. ക്രിസ്തുവിൻ്റെ പാപപരിഹാര യാഗത്തിൽ ശാരീരികമായ രോഗസൗഖ്യവും അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് വിഷയത്തിന് വെളിയിലാണ്. ക്രിസ്തുവിൻ്റെ പാപപരിഹാര യാഗത്തിലൂടെ തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം പ്രാപിച്ചു എന്ന് പറയുന്നതും തെറ്റാണില്ലേ? രോഗമൊന്നും വരാത്ത ഒരു ശരീരം, അത് എനിക്കിതുവരെ ലഭിച്ചിട്ടില്ല, നിങ്ങൾക്കോ? അതുപോലെ തന്നെ ഈ പാപപരിഹാര യാഗത്തിലൂടെ ശാപം നീങ്ങിയ ഒരു പുതിയ ഭൂമി ഉണ്ടെന്ന് പറയുന്നതും വിഷയത്തിന് വെളിയിലാണ്. ഇവ നമുക്കിന്നില്ല എന്നത് വ്യക്തമാണ്. പാപവും സാത്താനും പ്രബലമായിരിക്കുന്ന ഈ കാലത്ത് യേശുക്രിസ്തുവിൻ്റെ യാഗത്താൽ ലഭ്യമായ ഒഴിച്ചുകൂടാത്ത കാര്യമെന്ന നിലയിൽ ഇന്ന് രോഗത്തിൽ നിന്നുള്ള വിടുതൽ കാണുന്നില്ല. ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയാൽ രോഗം നീക്കപ്പെട്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കുകയില്ലെന്ന് എനിക്കുറപ്പുണ്ട്. പിന്നെ മനുഷ്യനെ കബളിപ്പിക്കുന്ന ചില വിരുദ്ധന്മാർ പ്രസംഗിക്കാറുണ്ട്, ക്രിസ്തുവിലേക്ക് വന്നാൽ പിന്നെ രോഗം വരില്ല, പട്ടിണി വരില്ല, പിന്നെ വേദന വരില്ല എന്നൊക്കെ. അത് ദൈവവചനമാകുന്ന ബൈബിളിന് വിപരീതമാകുന്നു. അങ്ങനെ രോഗത്തിൽ നിന്നുള്ള വിടുതൽ ഉണ്ടായിരുന്നുവെങ്കിൽ ശരീരത്തിൻ്റെ അജീർണത നിമിത്തം അല്പം വീഞ്ഞ് സേവിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ എന്തിനാണ് തിമോത്തിയോസിനെ ഉപദേശിച്ചത്? അവൻ തൻ്റെ സൗഖ്യം യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര യാഗത്തിലൂടെ പ്രാപിക്കുവാൻ എന്തുകൊണ്ട് ഉപദേശിച്ചില്ല? യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ മൂപ്പന്മാരെ വിളിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ യാക്കോബ് ആവശ്യപ്പെടുന്നതിന് പകരം യേശുക്രിസ്തുവിൻ്റെ യാഗത്തിൽ കൂടി രോഗസൗഖ്യം അവകാശമാക്കുവാൻ എന്തുകൊണ്ട് വിശ്വാസികളെ പ്രോത്സാഹിപ്പിച്ചില്ല? തനിക്ക് ജഡത്തിലൊരു ശൂലം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചിരിക്കുമ്പോൾ എന്തുകൊണ്ട് അതിനുള്ള സൗഖ്യം പാപപരിഹാരത്തിലൂടെ വിശുദ്ധ പൗലോസ് അവകാശമാക്കിയില്ല? പൗലോസ് പറഞ്ഞിരിക്കുന്നത് 2 കൊരിന്ത്യർ 12:7 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ, അവൻ 3 പ്രാവശ്യം ദൈവത്തോട് അപേക്ഷിച്ചു, ദൈവം പറഞ്ഞ് എൻ്റെ കൃപ നിനക്ക് മതിയെന്ന്. ഈ വിഷയത്തെ സംബന്ധിക്കുന്ന മറ്റുദാഹരണങ്ങളുമുണ്ട്. ഫിലിപ്പി ലേഖനത്തിൽ അപ്പോസ്തലൻ രോഗികളെക്കുറിച്ച് വളരെയധികം രേഖപ്പെടുത്തിയിരിക്കുന്നു. എപ്പഫ്രാദിത്തോസ് ദീനമായി കിടന്നിരുന്നുവെന്ന്, മരിക്കത്തക്ക രോഗം പിടിച്ചിരുന്നു. അവന് സൗഖ്യം നൽകുവാൻ പൗലോസ് യേശുവിൻ്റെ യാഗത്തെ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? പ്രിയ സുഹൃത്തെ, നാം എപ്പോഴും യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിച്ചേ മതിയാകൂ. സൗഖ്യമാക്കുക എന്നത് എല്ലായ്പ്പോഴും ദൈവഹിതമായിരിക്കുകയില്ല. സൗഖ്യമാക്കുക എന്നത് ചില അവസരങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാകാം. നിങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ ഇഷ്ടത്തിൽ രോഗസൗഖ്യമുണ്ടോ എന്ന് കണ്ടുപിടിക്കുക. ഞാൻ പറയട്ടെ, ദൈവിക രോഗശാന്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ രോഗശാന്തി വരം പരസ്യം ചെയ്ത് നടക്കുന്നവരിൽ വിശ്വസിക്കുന്നില്ല. തനിക്ക് കഴിവുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നതിനേക്കാളും ആ വലിയ വൈദ്യനായ യേശുവിൻ്റെ അടുത്തേക്ക് നേരിട്ട് ചെല്ലുന്നതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവനോട് ആ കുഷ്ഠരോഗി പറഞ്ഞതുപോലെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറയുകയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് നാം സൗഖ്യമാക്കപ്പെട്ടാലും ഇല്ലെങ്കിലും മഹത്വം കർത്താവിന്, അതെ, മഹത്വം അവന് മാത്രമാകുവാൻ നമുക്ക് ആഗ്രഹിക്കാം. വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ പാപപരിഹാര യാഗത്തിൽ രോഗശാന്തി കൂടി ഉണ്ടെന്നുള്ള തെറ്റായ പഠിപ്പീര് വിശുദ്ധ പൗലോസ് അറിഞ്ഞിരുന്നില്ല എന്ന് വേണം ചിന്തിക്കേണ്ടത്. ദൈവത്തിന് ഇന്നും സൗഖ്യം വരുത്തുവാൻ കഴിയും, സംശയമില്ല. അവിടുന്ന് സൗഖ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ രോഗശാന്തി വരം ഉണ്ടെന്ന് അവകാശപ്പെടുന്നവരിൽ കൂടിയല്ല അവൻ അങ്ങനെ ചെയ്യുന്നത് എന്ന് മാത്രം. 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അതും കൂടെ നോക്കാം.
എന്നാൽ യേശു തൻ്റെ ചുറ്റും വളരെ പുരുഷാരത്തെ കണ്ടാറെ അക്കരയ്ക്ക് പോകുവാൻ കൽപ്പിച്ചു. യേശുവിൻ്റെ ചുറ്റും കൂടി വന്നിരിക്കുന്ന പുരുഷാരത്തെ ശ്രദ്ധിക്കുക. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ അവൻ ആയിരക്കണക്കിന് രോഗികളെ സൗഖ്യമാക്കി. ഈ സത്യം അവതരിപ്പിക്കാൻ വേണ്ടിയാണ് വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ എഴുതി, ഈ പുസ്തകത്തിൽ എഴുതിയതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇതെഴുതിയിരിക്കുന്നു. പലപ്പോഴും യേശു ചെയ്ത അത്ഭുതങ്ങളെന്ന് പറഞ്ഞ് അക്കമിട്ട് 100 150 അത്ഭുതങ്ങൾ എടുത്തു കാണിക്കുവാൻ ശ്രമിക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, സുഹൃത്തെ, അത്രയൊന്നുമല്ല. അവൻ ആയിരക്കണക്കിന് 10,000-കണക്കിന് രോഗികളെ സൗഖ്യമാക്കി. അതെല്ലാം കൂടി എഴുതുവാൻ സാധിക്കയില്ലെന്നത്രേ കൂടെ നടന്ന സുവിശേഷകൻ യോഹന്നാൻ പറയുന്നത്. നമ്മുടെ പരിമിതമായ ബുദ്ധിയിൽ ക്രിസ്തുവിനെ ഒതുക്കുവാൻ നാം ശ്രമിക്കുന്നത് കൊണ്ടാണ് പല വിലപ്പെട്ട സത്യങ്ങളും നാം കൈവിട്ട് കളയുന്നത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ മതിയായവനാകുന്നു എന്ന വിശ്വാസത്തോടെ മുൻപോട്ട് പോകുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ജനത്തോടുള്ള മനസ്സലിവ് കൊണ്ടും തൻ്റെ വചനത്തെ ഉറപ്പിക്കുന്നതിനുമായി സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയതും അല്ലാത്തതുമായ അനേകം അത്ഭുതങ്ങൾ ക്രിസ്തുയേശു പ്രവർത്തിച്ചു. എങ്കിലും മനുഷ്യരെ നിത്യജീവനിലേക്ക് നയിക്കുക എന്നതായിരുന്നു അവിടുത്തെ ശുശ്രൂഷയുടെ പരമപ്രധാനമായ ലക്ഷ്യം. ഈ ലോകത്തിലെ പ്രശ്നങ്ങളെയും കഷ്ടങ്ങളെയും ക്ഷണനേരത്തേക്കുള്ള ലഘുവായ കഷ്ടങ്ങൾ എന്നാണ് ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. കർത്താവ് വിശ്വസ്തനെന്നെണ്ണി അവയെ സന്തോഷത്തോടെ നേരിട്ടുകൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും.